ഗായ്സ് വെൽക്കം ബാക്ക് ടു പൂച്ച ഗുഡീസ്. അപ്പം ഞാൻ ഇന്ന് മറ്റേ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത് ജെട്ടി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ സൈക്കിൾ ഓടിക്കുന്നതുകൊണ്ടാണ് എന്താ പറയുക ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ സൈക്കിൾ ഓടിച്ച് അങ്ങനെ പോവുകയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഇൻ ടു ഇറ്റ്. ഗൈസ്, ഇതാണ് ജെട്ടി പാർക്ക്. ഞാൻ അവിടേക്ക് എത്തിയാണ്. അവിടേക്ക് ഇച്ചിരി പോകാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് ജെട്ടി പാർക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിലും ഇതിൻ്റെ മുന്നേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതൊക്കെ അച്ഛനേനും. ഇതിപ്പോൾ കറൻ്റ്ലി അമ്മയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു സൈഡ് ഒരു പുറത്തുനിന്ന് എത്ര ദൂരം ഉണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് അമ്മനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ കാണാം. ഞാൻ സൈഡിൽ കൂടെ പോയിട്ട് ഇതാ ഇച്ചിരി അങ്ങോട്ട് കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഇതാ ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു പുഴയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പുഴയെല്ലാം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഡാം പോലത്തെ ചെറിയൊരു സംഭവം. സെറ്റപ്പ് എന്നൊക്കെ പറയാം, ചെറിയൊരു സെറ്റപ്പ്. മറ്റേ ക്ലേ വെച്ചിട്ടുണ്ടാക്കുന്ന മാതിരി സംഭവമില്ലേ, മിനിയേച്ചർ സ്റ്റഫ്. ഇനി ഒരു റിട്ടേൺ അടിക്കാനുണ്ട്. റിട്ടേൺ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമുക്കിനി ഉള്ളിലെത്താം. അപ്പോൾ ഗൈസ്, ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടാണ് കയറ്റുന്നത്. കാര്യം പറയാമല്ലോ ഗൈസ്, അത് ശരിക്കും പാടില്ല. അപ്പോൾ കയറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റി കാണുകയും നടന്ന് കാണിക്കുകയും ഇതാക്കിയിട്ടും രണ്ട് കാര്യമുണ്ട്. നമുക്ക് സൈക്കിളിൽ ഞാനിങ്ങനെ പോകുന്ന കാണുമ്പോൾ ആ ഒരു രീതി മനസ്സിലാവും. നടന്നു പോകുമ്പോഴത്തേക്കും ഈ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ സൈക്കിൾ ഓടിച്ചിട്ട് പെട്ടെന്ന് പോകാനുള്ള രീതിക്കാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇതാ അങ്ങോട്ട് പോവുക. ജസ്റ്റ് ഗോ. ഇതാ ഞാൻ പോകാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു ചെറിയൊരു ഫുട്പാത്ത് കണ്ടില്ലേ, ആ ഒരു ഫുട്പാത്തിൽ കൂടെയാണ് ഞാനിപ്പോൾ പോകാൻ പോണത്. ആ ഫുട്പാത്ത് ഇതാ അപ്പുറത്തേക്ക് പോയി കണ്ട. യെസ്, നമ്മൾ എണീച്ച് തന്നിട്ടൊക്കെ പോകുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇച്ചിരി അരമതിച്ച് കളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മണിയായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റാത്തത്. കണ്ടേ, ഞാൻ അതിലേ ഇങ്ങനെ പോയിട്ട് മറ്റേത് കണ്ട നടക്കുമ്പം സ്ലോ ആവും. അതുകൊണ്ടാണ് ഞാൻ നടന്ന് പോവാതെ സൈക്കിൾ ഓടിച്ച് പോകുന്നത്. അവിടെ 2-3 ആൾക്കാരൊക്കെ ഉള്ളൂ. ആൻഡ് നമ്മൾ ആ ഒരു സൈഡിലുണ്ടായിരുന്ന ആ ഒരു ഊഞ്ഞാലില്ലേ, അത് നമ്മളെന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ക്യാമറ പിടിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. സീനല്ല ഗൈസ്. ഇതാ ഞാൻ പിന്നിൽ വരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലമുണ്ട്, ഞാനപ്പോൾ അങ്ങോട്ട് പോവാത്തതാണ്. അത് അൺലോക്ക് ആവാൻ ടൈം എടുക്കും. ഓക്കെ, നമ്മൾ അവിടേക്ക് പോകാനുള്ള ടൈം എടുക്കും. അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതാ ഞാൻ സ്ഥിരം നിൽക്കാറുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാൻ നിൽക്കുകയാണ്. ഉണ്ടേ അവിടെ ഒരു ചെറിയൊരു സ്ഥലം ഹട്ട് പോലത്തെ തന്നെ അവിടെയാണ് ഞാൻ കൊണ്ട് കയറുക. അപ്പോൾ സൈക്കിൾ ഞാൻ ഇട്ടിറക്കുഞ്ഞി നൈസ്. ഇനി ഇതാ അവിടെ പാർക്ക് ചെയ്യാണ്. ഇവിടെ ആരും ഇരിക്കാത്തത് കൊണ്ടാണ് ഞാൻ സ്ഥിര സ്ഥലമാക്കുന്നതും. അച്ഛനും ഞാനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ കുത്തിരിക്കുക, അച്ഛനും ഇവിടെ കയറി കുത്തിരിക്കുക. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ഇതാ ആ ഒരു സ്വിങ് ചെയ്യുന്ന മറ്റേ സംഭവത്തിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ കുറ്റിക്കാടെന്ന് വെച്ച് കണ്ടില്ലേ. സത്യം പറയാലോ, ഞാൻ ഫോൺ എടുത്തിട്ട് ഇനി ചെയ്യും. എനിക്ക് അപ്പോൾ ചെയ്യണത് നിലയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഫോണെങ്ങനെ വീണ് പോയാലോ എന്നൊരു പേടിയുണ്ട്. ഞാൻ ഫോൺ എടുക്കാൻ പോവാണ്. യെസ്, ഫോൺ എടുത്ത് അതായത് താഴത്തേക്കുള്ള ഒരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് അതിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം ഞാൻ സിംഗാണല്ലോ. ഞാനത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മുക്കും കുത്തി വീഴും. സോ റൈറ്റ് നൗ ഞാൻ എന്താ പറയുക, ഹോൾഡ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ലൈക്ക് ദാറ്റ് സംതിങ്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവരൊക്കെ വലിച്ചിങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വീഴുമ്പോൾ മറ്റേ പവർ കൂടുന്ന സംഭവമില്ലേ, അതേമാതിരി ഞാൻ കുറേ പിന്നോട്ട് പോയിട്ട് ഒറ്റ പോക്ക്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടേ,
ഞാൻ കാണിച്ചിട്ട് ഭൂമിയെ മാമു. അതായത് സ്കെയറി. ഫോൺ പിടിച്ചാക്കുമ്പോൾ ഭയങ്കര സ്കെയറി. അപ്പോൾ പറന്നു പോയാലോ. അപ്പുറത്തൊരു പോയുണ്ട് കണ്ടില്ലേ, അവിടേക്കൊക്കെ നമുക്ക് പോകണം. വെയിറ്റ് ചെയ്യും, നമുക്ക് അവിടേക്കൊക്കെ പോവാം. നമ്മളിതാ ഇവിടുന്ന് പോവാണ്. ഇവിടുന്നല്ല, ഞാൻ പറഞ്ഞ ആ സ്വിങ്ങിന്ന് പോവാണ്. ഇനി നമുക്കിപ്പോൾ എങ്ങോട്ടാ പോകാം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവാം. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലായിടത്തും ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് ഇനോ ക്വിക്ക് റിമൈൻഡർ തന്നെയാണ് കേസ്. ഉണ്ട് കാണിച്ചു തരാണ്. അവിടെ അടുത്തുള്ള ചെളികളും കാര്യങ്ങളും റെയിനി ടൈംസിലാണ് വരാറ്. അല്ല, റെയിനി അല്ല, സണ്ണി ടൈംസിൽ. റെയിനി ആ ടൈമിന് ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതിങ്ങനെ ആയതാണ്. ഞാൻ ഈ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ തന്നെ. ആൻഡ് ഐ ആം ഷട്ടപ്പിങ്. ഞാൻ നിർത്തുകയാണ് ബ്ലാന്നിങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾ കുറച്ച് കണ്ട്. അപ്പം ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം. ഇതിൻ്റെ മുൻവശം ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീടിൽ നിങ്ങളാണ് അതിൻ്റെ ഓണർ, നിങ്ങൾ ആ ഒരു വീടായിട്ട് കാണുക. അപ്പോൾ അതിന് പുറത്തേക്ക് വെക്കുമ്പോൾ ഈ ഒരു സീനറി തന്നെ കാണാൻ. അപ്പം പ്ലുക്കും നിങ്ങളുടെ മൈൻഡ് റിലാക്സും, നിങ്ങളുടെ മൈൻഡിൽ എല്ലാ മറ്റേ പ്രോബ്ലംസും പ്ലുക്കും. അപ്പോൾ ഇതിലെ ഭംഗിയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീന് ഭംഗിയാണ് ഗൈസ്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കാണിച്ചു തരാം. എൻ്റെ വണ്ടി, അതായത് എൻ്റെ സൈക്കിൾ. നമ്മളൊരു പ്രോ ആയതുകൊണ്ട് സൈക്കിളൊക്കെ വന്നിട്ടേ വരുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ സൈക്കിള് കാണിച്ചു തരാം. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കളിക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്കറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കളിക്കാൻ വന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എൻ്റെ സൈക്കിൾ കണ്ടടാൻ എങ്ങനെയുണ്ട് ഗൈസ്? അർബൻ ടെറൈനായ ഗാലക്സി മാക്സിൻ്റെ സൈക്കിളാണ് നമ്മുടെ കയ്യിൽ. പിന്നെ ടോർച്ച് ഞാൻ പുറത്തുനിന്ന് മേടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈക്കിളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്കിപ്പോഴും ഇഷ്ടം എൻ്റെ പഴയ സൈക്കിൾ. ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു സൈക്കിള് വേറെ ലെവലാണ്, തൊട്ടാൽ പറക്കും. കാരണം അത് ഞാൻ ഫസ്റ്റ് തൊട്ട് അതിൽ പഠിച്ചത് അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സൈക്കിളാണ് എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടം. പക്ഷേ ഇതിന് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ ഗൈസ്. വേണ്ട, ബ്രേക്ക് ഉണ്ട്, ഗിയറുണ്ട്, ഡിസ്ക് ബ്രേക്കാണ്, പിന്നെ എല്ലാ കാര്യമുണ്ട്. ഹൈറ്റ്, മറ്റേ സീറ്റിൻ്റെ ഹൈറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗൈസ് എന്താ നമ്മൾ ബാക്കിൻ്റെ ഒരു വെള്ളത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്താ ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ നിങ്ങൾക്ക് പാട്ട് വെച്ച് തരണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പാട്ട് വെച്ച് തരുമായിരുന്നു. എങ്ങാനും കോപ്പിറൈറ്റ് ശേഷം വന്നാൽ പണിയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് എത്തൂല. പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്ലോക്ക് കിട്ടും. സോ ഞാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതാ എൻ്റെ മോൻ കാണാൻ പോവാം. ഇനി നിങ്ങൾ റെസ്റ്റ് എടുത്ത് പീസാവും. നത്തിങ് ഈസ് ബെറ്റർ ദാൻ പീസ് എന്നാണല്ലോ. നത്തിങ് ബെറ്റർ അല്ല, നത്തിങ് ഈസ് ഗ്രേറ്റർ ദാൻ പീസ്. അതാണ് അറിയിപ്പോയി. ഓക്കെ, നമ്മൾ പീസിൽ കാണും, ഞാൻ അടുത്തതിൽ കാണും.
ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോഗ്രാമാണ്. ഞാൻ പാട്ടൊക്കെ വെച്ച് നിങ്ങൾ പീസ്ഫുൾ ആൻഡ് നത്തിങ് ഈസ് ഗ്രേറ്റർ ദാൻ പീസ്ഫുൾ എന്നാണ്. ഓക്കെ, പിന്നെ എന്താ സേഫ്റ്റി റീസൺസ്, റോപ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ താഴെ നോക്കിയാൽ മനസ്സിലാവും അവർ കൊണ്ടുവന്ന സാധനം ബാരൽ, അങ്ങനത്തെ സാധനം വെച്ചിട്ടാണ് ഇത് ഫ്ലോട്ട് ചെയ്യിപ്പിക്കുന്നത്. സയൻസൊക്കെ നല്ലോണം പഠിക്കുന്നവർക്കും ഇഷ്ടമുള്ളവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് തന്നെയാണ് ഈ സംഭവം. നമ്മളിതാ അവിടെ ഒരു തോണിയുണ്ട്. എന്താ ലെറ്റ് മീ സേ ഹൗ ഇറ്റ്സ് വർക്ക്. ഈ ഒരു ബാരൽ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ 4 സൈഡിലും ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ടിട്ട് ഇതുണ്ടാവും. അവിടെ ഇവിടെ അവിടെ അങ്ങനെ കുറേ 4 സൈഡിലും വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഒന്ന് സെക്യൂർ ആകുമ്പോഴും അടുത്തതിൻ്റെ സൈഡിലും ആ സെയിം സാധനമായതുകൊണ്ട് എക്സ്ട്രാ വേറെ വേണ്ട. മനസ്സിലായില്ലേ? പ്രകൃതി രമണീയമായത് വീണ്ടും കാണിച്ചു തരികയാണ്. കണ്ടാലും കാണിച്ചു തന്നാലും മതിയാവാത്തൊരു സംഭവമാണ്. പീസ്ഫുള്ളായിട്ടുള്ള പ്രകൃതിയുടെ തന്നെ ബ്യൂട്ടിഫുൾ സ്റ്റെപ്സ്. ഞാൻ സൂര്യനെ എഴുതിയതാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാലും ഞാൻ ഇടുന്നതാണ്. മാക്സിമം കഴിയുന്നത്രയും ഞാൻ ശ്രമിക്കുന്നതാണ്. ഫണ്ണിയോ സീരിയസ്നെസ് വാട്ട് യു ലൈക്ക്. ആൻഡ് നമുക്ക് പതുക്കെ മൂവ് ചെയ്തിട്ട് ആ ചെറിയ മിനിയേച്ചർ ഡാമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവിടെ ഒരു വയലിൻ പോലത്തെ സംഭവമൊക്കെ പഠിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ സെക്കൻഡ് അതാണ് കാണുന്നത്. അതിൻ്റെ ഒരു റിയൽ വ്യൂ കാണാനായിട്ട് 2 സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലും പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടുള്ള സ്ഥലത്തും പോകുന്നുണ്ട് ഞാൻ. സോ ലെറ്റ് us go. നമ്മളിതാ ഇപ്പോൾ പോയിക്കൊണ്ട് ചളി എടുക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇത് ഇപ്പോൾ റെയിനി സീസൺ ആയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇത് സണ്ണി സീസൺ ആയതുകൊണ്ടാണ്. ഞാനിതൊക്കെ കാണിച്ചു തരാണ്. ആ തുരുമ്പ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ബലം. ഗൈസ്, ഇവിടെ ആർക്കൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടമുള്ളത്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ സൈക്കിൾ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ അകത്തുനിന്ന് സൈക്കിളിനെ ഞാൻ പൊക്കിയെടുക്കും. അവിടെ തട്ടെ ഗൈസ്, നമ്മൾ മാജിഷ്യൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ, ആർ യു റെഡി? 1 2 3 ഡും ഡും. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മാജിക്? ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എൻ്റെ വീഡിയോഗ്രാഫറായ അമ്മയ്ക്ക് നമ്മൾ ക്യാമറ കൊടുക്കാൻ പോവുകയാണ്. അവിടെ സോളാറൊക്കെ ഉണ്ടല്ലേ ഗൈസ്? അവിടെ സോളാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ സൈക്കിൾ സീനാണ്. മറ്റേ ഗാലക്സീൻ്റെ തന്നെയാണ് കമ്പനി. ഗാലക്സി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഓടിപ്പോവാണ്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡ്രസ്സും തന്നെ ഞാൻ എടുത്തിട്ട് അതൊക്കെ പേടിച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഹോപ്പിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം. അവിടെ കറങ്ങിയിരിക്കാൻ പോവാണ്. നമ്മൾ സൈഡിൽ കൂടെ തന്നെ വ്യൂ ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ആ സൈഡിൽ കൂടെ പോകും ഗൈസ്. എൻ്റെ പാട്ടും എൻ്റെ ചളപള യാപ്പിങ്ങും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നടക്കുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ അവിടെയൊന്നും വേറൊരു സംഭവം ഇല്ല. സോ ഞാൻ അത്രയും നേരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല, ബോറിംഗ് ആവും. ഇതാകുമ്പോൾ പെട്ടെന്നൊരു ക്വിക്ക് ടൂർ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് നമ്മൾ ചാടിക്കടന്നത് വരുന്നു. ഇനി നമ്മളെ പരിപാടിയും നേരെ പോകലാണ്. മിനിയേച്ചർ ഡാമിൽ പോകണോ മറ്റടുത്ത് പോകണം, അത് ഞാൻ അന്നേരം തീരുമാനിക്കും. നേരെ അങ്ങോട്ട് പോയിട്ട് പ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് us go. നമ്മൾ പോയിട്ടില്ല ഗൈസ്, ഇപ്പോൾ പോകും. ഒന്നിക്ക് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മര്യാദയ്ക്ക് പോകും. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം?
ഞാൻ എന്തായാലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ല ഗൈസ്, വേണ്ടാന്ന് വെച്ചു. കാരണം വേറെ ഒന്നുമല്ല, പിന്നെ ഈ ഒരു വീഡിയോയും എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതായത് എൻ്റെ പുതിയ ജോലി, ഞാൻ പുതിയ ജോലി എടുത്തു ഗൈസ്. വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്. ഇതാ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കോമഡി ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും കമൻറ്റ് ചെയ്യണ്ട. നമ്മളെത്തിയിരിക്കുന്നു ഗൈസ്, ലോങ് ടൈം. അവിടെ ഫിഷിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അവിടെ ഫിഷ് ഉണ്ടോയെന്ന്. വീഡിയോ കയറുന്നതാ അങ്ങോട്ട് കാണിക്കുകയാണ്. കണ്ടേ, ഇതാണ് ഞാൻ മിനിയേച്ചർ ഡാം എന്ന് പറയാനുള്ള കാര്യം. ഒരു ചെറിയ ഇതും ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം. പക്ഷേ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് വഴി അറിയാം, പക്ഷേ അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ആ ഒരു വയലിങ് അങ്ങനത്തെ മ്യൂസിക്കലായിട്ടുള്ള സംഭവം പഠിപ്പിക്കുന്ന ആ സ്ഥലമില്ലേ, അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ സൈക്കിൾ ഓടിച്ച് പോവുകയാണ്. പിന്നെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. അതായത് ഒരാൾക്ക് നല്ല വൃത്തിക്ക് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ ആകെ ഒരു സ്ഥലത്തൊന്നും വേറെ ഒരു കുഴപ്പമില്ല. ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വേസ്റ്റ് അവിടെ ഉള്ളതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊന്നല്ല കേട്ടോ ഗൈസ്, മറ്റേ എന്താ പറയുക, കാര്യം തന്നെ ആർക്കും ഇടുന്നു. പക്ഷെ ഇത് കാണാൻ നമ്മളാരും കണ്ടില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്ത് പറയാം, നമ്മൾ ക്രാബിനെ പിടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞപ്പോഴാണ് എന്നെ തുറന്നു വിട്ടു. കാരണം അതിന് ഒരു കയ്യന്നല്ലേ ഞാൻ ക്രാബിന്, പാവം ക്രാബ് ചെറുതായിരുന്നു. സോ ഞാൻ അതിനെ തുറന്നു വിട്ടിട്ടുണ്ട്. എന്താ സ്ഥലമൊക്കെ കാണിച്ചു തരാം. മറ്റിടത്തിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ഥലം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മ്യൂസിക്കൽസ് എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത്. അപ്പം പതുക്കെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ച് കാണിച്ചു തന്നതാ. ആ ഒരു സ്ഥലത്തിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പണി ഇപ്പോഴും പുറത്തേക്ക് പണി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് പിന്നെ അധികം അതിൽ പോകണം വീഡിയോ എടുക്കാത്തത് ആരുടെയാണ്, ഇവിടുത്തെ ആരുടെ സ്വഭാവം ഒന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. സൂര്യനൊക്കെ അവിടെ നിന്ന് എടുക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇവിടെ ചളിയുണ്ടേ, ചളിയാണ് ഇവിടെ ഫുള്ള്. അതായത് വെള്ളത്തിൻ്റെ ഏറ്റവും ആഴാണ് ഈ വെള്ളത്തിന്. വെള്ളം കൂടുമ്പോൾ മറ്റേ മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും, സണ്ണിയാകുമ്പോൾ വെള്ളം കുറയും. ആ സമയത്ത് അടിയത്തെ ചളി ഫുള്ളെടുത്ത് മുകളിലേക്ക് പൊമ്പും. പിന്നെ ഇത് ഭയങ്കര ആഴമുള്ളതാണ്. ഇവിടെ ആരും കുളിക്കാനൊന്നും വരാറില്ല. ഏത് വീഡിയോ ഉണ്ടായാലും ഇവിടെ കാലിടാനോ കൈയിടാനൊന്നും പാടില്ല. ഈ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഇനി മറ്റോടത്തെ മാതിരി പീസ്ഫുൾ ടൈം ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഡ്രിങ്കിനെ കുറിച്ചും സണ്ണിൻ്റെയാണ്. അതായത് സണ്ണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു സണ്ണുണ്ട്, അതായത് സണ്ണെന്ന് പറഞ്ഞാൽ സൂര്യ. ഞാൻ സണ്ണെന്ന് പറയുമ്പോൾ വേറെ സണ്ണായിട്ട് തോന്നുന്നു, മകൻ എന്നുള്ള അർത്ഥമുണ്ടല്ലോ. അപ്പം അതല്ല, അവിടെ സൂര്യനെ കാണിച്ചു തരാം. നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കാര്യം ഒരു വ്യക്തമല്ല, ക്ലിയർഫൈ ആയിട്ടില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കൂ, ബിംബം. ഉണ്ടായി ക്ലിയർ ആയിട്ടില്ല. ഇനി അമ്മ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രിങ്ക് ഒരു ഷേക്കാണ്, ഡ്രിങ്കല്ല, അത് ഞാൻ എപ്പോഴും മറന്നു. ആ ഷേക്ക് കട്ടിയിലുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണെങ്കിലും കുടിക്കാൻ അതിന് വെള്ളം തന്നെ വേണം. കാരണം നമ്മുടെ ദാഹം മാറ്റാൻ വെള്ളം അല്ലാണ്ട് വേറെ ഒന്നിനും ആരും ഇതെത്തൂല. പിന്നെ ഈ ഒരു കട്ടിയുള്ള സാധനം കൊണ്ട് ദാഹത്തിന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ആണെങ്കിൽ നല്ലൊരിതാണ്. ക്യാരറ്റ്, പിന്നെ ഞാൻ അറിയാണ്ട് എന്നോട് സീക്രട്ടാക്കിയതിൽ ആകെ ഒരു സാധനം പഴം, ചെറിയ പഴം എനിക്ക് തീരെ ഇഷ്ടമല്ല, അത് ചേർത്തുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്.
അപ്പോൾ അത് കുടിക്കുന്നത് ഞാനിതിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, ഈ ഒരു സംഭവത്തിൻ്റെ ബ്യൂട്ടി, നാച്ചർ ബ്യൂട്ടി, ഇത്ര കയറല്ലേ എൻ്റെ സ്കിന്നിൽ നാച്ചുറൽ ബ്യൂട്ടി. ഇത് നാച്ചുറൽ ബ്യൂട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രിങ്ക്. ഇങ്ങനെയുണ്ട്. കുടിച്ചപ്പോൾ ഒരു ചെറുങ്ങനൊക്കെ എന്താ പറയുക, ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചില്ല പഴം കൊണ്ട് ഉണ്ടാക്കിയ പഴം കൊണ്ട് ഇത്രയൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കാമെന്ന് ഞാൻ ആലോചിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമ്പോൾ അത് വീഡിയോ കട്ട് ചെയ്ത് ഞാൻ പോയല്ലോ തിരിച്ച് വീട്ടിലേക്ക്, അന്നേരമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടുണ്ട് എനിക്ക് ഗൈസ്. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം എനിക്ക് ദാഹം വന്നപ്പം ഞാൻ വെള്ളം എടുത്ത് കുടിച്ച്. കാരണം നമുക്ക് വെള്ളം അല്ലാണ്ട് എന്തൊക്കെ നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സോ മറ്റെന്താ പറയുക പെപ്സി കൊക്കക്കോള എന്തായാലും വെള്ളത്തിൻ്റെ അത്ര എത്തില്ല. മിനറൽ വാട്ടർ ഈസ് ദ മോസ്റ്റ് ബെസ്റ്റ് തിങ് ടു ഡ്രിങ്ക്. അപ്പോൾ ഞാൻ മിനറൽ വാട്ടർ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞ് പൊക്കി അടിച്ചോ. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് എന്താ പറയുക പൊക്കി അടിക്കാനൊന്നല്ല പറഞ്ഞത്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ അമ്മൻ്റെ ഞാനിത് പഠിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും കമൻറ്റ് ബിലോ എല്ലാം കമൻറ്റ് ചെയ്യും. തോട്ട്സ്, ഐഡിയാസ്, വാട്ട് യു ലൈക്ക് ടു സേ ടു മീ. അപ്പം നമ്മൾ മൈലാഞ്ചി ആട്ടാണ് ഇന്നലെ രാത്രി ഒരു പരിപാടിക്ക് നമുക്കൊരു മൈലാഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പം അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് വിട്ടുതരാം, എനിക്ക് ഇടണ്ട ഇടല്ലേ, ഞാൻ നിനക്ക് വിട്ടുതരാന്ന് പറഞ്ഞൊരു സർവേഷ് SARVSH ആണല്ലോ എൻ്റെ ഇത്. അപ്പോൾ ആ ഒരു സർവേഷ് എന്ന് പറഞ്ഞു കുടിച്ച് ബാക്കി അമ്മയ്ക്ക് ഇച്ചിരി കിട്ടിയിട്ടുള്ളൂ ഗൈസ്. കൊണ്ടുവന്നപ്പോൾ അമ്മ ഇച്ചിരി അത് ഉണ്ടാക്കിയപ്പോൾ അമ്മ ഇച്ചിരി കുടിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ അതായത് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അമ്മ ഇച്ചിരി കുടിച്ചു. മിനറൽ വാട്ടർ. എനിക്ക് എന്താ പറയുക ചൂടുവെള്ളം അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അമ്മ ഉണ്ടാക്കുന്ന മിനറൽ വാട്ടർ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കളയും. എൻ്റെ മെയിൻ റീസൺ അത് ചൂടുവെള്ളമായിരിക്കും, മറ്റേ മാതിരിയല്ല. മറ്റേത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. ഇനി ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ ബ്യൂട്ടിനെ കുറിച്ചൊക്കെ പറയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടും കാര്യങ്ങളും കൊണ്ട് വളർത്തൊക്കെ ഭയങ്കര സൗണ്ടാണ്. പിന്നെ രാവിലെ പിന്നെ ഒരു 3 മണിക്ക് മുതൽ അവിടെ ഇരിക്കുക. രാവിലെ എന്തായാലും 3 മണിക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം 3 മണിക്ക് അവിടെ കയറി കുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വർഗം കാണും. സ്വർഗം അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ?